ഉജ്ജയിനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരുചി. വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരായ നവരത്നങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു വരരുചി. ധന്വന്തരി, ക്ഷണപകൻ, അമരസിംഹൻ, ശങ്കു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹരൻ, വരരുചി. ധന്വന്തരി വൈദ്യശാസ്ത്രം, ക്ഷണപകൻ വേദാന്ത ദർശനത്തിൽ വിദഗ്ധനും, അമരസിംഹൻ സംസ്കൃത നിഘണ്ടുകൃത്തും, ശങ്കു ശില്പകലയിൽ വിദഗ്ധനും, ഘടകർപ്പരൻ കവിയും സാഹിത്യകാരനും, വേതാളഭട്ടൻ മന്ത്രത്തിലും തന്ത്രത്തിലും വിദഗ്ധനും, വരാഹമിഹരൻ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും, വരരുചി വ്യാകരണശാസ്ത്രത്തിലും പണ്ഡിതന്മാരായിരുന്നു. AD 3-ാം നൂറ്റാണ്ടിലാണ് വരരുചി ജീവിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് ഒരു ചോദ്യം ഉന്നയിച്ചു. ശ്ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണെന്ന ഉത്തരമായിരുന്നു പണ്ഡിതനായ വരരുചിക്കുണ്ടായിരുന്നത്. എന്നാൽ ശരിയായ ഉത്തരം പറയാതിരുന്ന വരരുചിക്ക് വിക്രമാദിത്യ രാജാവ് ഉത്തരം കണ്ടെത്തുവാനായി 41 ദിവസത്തെ അവധി നൽകി. ശരിയായ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ രാജാവിൻ്റെ സദസ്സിൽ പിന്നീട് ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല എന്നും രാജാവ് കൽപ്പിച്ചു. കൽപ്പനയിൽ ദുഃഖിതനായ വരരുചി പല നാടുകളിലും പല പണ്ഡിത സദസ്സുകളിലുമായി ആ ശ്ലോകത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ആർക്കും അതിനുള്ള ശരിയായ ഉത്തരം നൽകുവാനായില്ല. 40-ാം ദിവസം വരരുചി മനസ്സിലുറപ്പിച്ചു, നാളെ രാജാവിന് മുൻപിൽ താൻ പരാജയപ്പെട്ട വാർത്ത അറിയിച്ചുകൊണ്ട് രാജകൽപ്പന അനുസരിക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തി. അങ്ങനെ ഒരുപാട് നേരം നടന്ന് ഹതാശനായ വരരുചി ഒരു ആൽമരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നാൽ അർദ്ധരാത്രിയിൽ ആരുടെയോ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു. അത് മരത്തിലിരുന്ന ചില പക്ഷികൾ പരസ്പരം സംസാരിക്കുന്ന ശബ്ദമായിരുന്നു. അവരുടെ സംസാരം വരരുചി ശ്രദ്ധിച്ചു കേട്ടു. വരരുചിക്ക് പക്ഷികളുടെ ഭാഷ നന്നായി അറിയാമായിരുന്നു. പക്ഷികൾ രണ്ടും അന്ന് നടന്ന വിശേഷങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു കിളി മറ്റൊരു കിളിയോടായി ചോദിച്ചു, ഇന്ന് നീ എവിടെയെല്ലാമാണ് പോയിരുന്നത്? എന്തെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഇതെല്ലാം കേട്ട മറ്റേ പക്ഷി പറഞ്ഞു, ഇന്ന് ഞാൻ മറ്റെവിടേക്കും പോയിരുന്നില്ല. അടുത്തുള്ള പറയഗൃഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. അത്രയും സുന്ദരിയായ ഒരു കുട്ടിയെ ഇതിനു മുൻപ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്നാലും അത്ര സുന്ദരിയായ പെൺകുട്ടിയെ ആരായിരിക്കും ഭാവിയിൽ വിവാഹം ചെയ്യുക? ഒരുപക്ഷെ അവരുടെ ജാതിയിൽ തന്നെയുള്ള കൂലിവേലകളെല്ലാം ചെയ്യുന്ന ഒരു പറയ യുവാവ് തന്നെ ആയിരിക്കും, അല്ലേ? എന്നാൽ ഇത് കേട്ട മറ്റേ കിളി പറഞ്ഞു, അല്ല, ആ കുഞ്ഞിൻ്റെ ഭാവി വരൻ വളരെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനായിരിക്കുമെന്ന്. അദ്ദേഹം ഈ ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇത് കേട്ട മറ്റേ പക്ഷി പറഞ്ഞു, മാം വിദ്ധി എന്ന് തുടങ്ങുന്ന രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് പോലും അറിവില്ലാത്ത ഈ വിഡ്ഢിയായ ബ്രാഹ്മണനാണോ ആ പെൺകുഞ്ഞിൻ്റെ ഭാവി വരൻ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരു പക്ഷികളും വരരുചിയെ കളിയാക്കി ചിരിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വരരുചിക്ക് മാം വിദ്ധി എന്ന് തുടങ്ങുന്ന രാമായണത്തിലെ പ്രശസ്തമായ ശ്ലോകം ഓർമ്മ വന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരത്തിൽ ചെന്ന് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മുൻപിൽ വളരെ സന്തോഷത്തോടുകൂടി വരരുചി ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. വാൽമീകി രാമായണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയായിരുന്നു: രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യ മടവീ വിദ്ധിം, ഗച്ഛത്തദാ യഥാസുഖം. ശ്ലോകം മുഴുവനായും ചൊല്ലിക്കേൾപ്പിച്ച ഉടൻ വരരുചി അതിൻ്റെ അർത്ഥവ്യാഖ്യാനവും നടത്തി. അതായത്, രാമനെ നിന്റെ പിതാവായ ദശരഥനെ പോലെയും സീതയെ നിന്റെ അമ്മയായ എന്നെ പോലെയും കാടിനെ അയോധ്യയായും കണക്കാക്കുക. മകനെ, പോയി വരൂ എന്നതാണ് ശ്ലോക അർത്ഥം. വനവാസത്തിനായി കാട്ടിലേക്ക് പുറപ്പെട്ട ലക്ഷ്മണന് അമ്മ സുമിത്ര നൽകിയ യാത്രാമൊഴിയാണ് ഇത്.
വരരുചിയുടെ കണ്ടുപിടുത്തത്തിൽ സന്തുഷ്ടരായ രാജാവും പണ്ഡിതന്മാരും ഇത് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ മഹാരാജാവ് വരരുചിയെ ശ്രേഷ്ഠ പണ്ഡിതൻ എന്ന പദവിയും ഒരുപാട് പാരിതോഷികങ്ങളും നൽകി ആദരിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് വരരുചിയുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. എന്നിരുന്നാലും ആ കിളികൾ അവസാനം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു പണ്ഡിതനും ഉന്നതകുലജാതനുമായ താൻ ഒരു പറയജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുമോ? അങ്ങനെ സംഭവിച്ചാൽ അതിന്മേലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചോർത്ത് അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. കാരണം ചാതുർവർണ്ണ്യം ഉച്ചസ്ഥായിലായിരുന്ന സമയമായിരുന്നു അന്ന്. തൊട്ടുതീണ്ടായ്മയും ഐത്യവും സമൂഹത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടം. ജാതി വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് താഴ്ന്ന ജാതിക്കാർ അരികിലേക്ക് വരുന്നതുവരെ ഐത്യമായിരുന്നു. അത്തരം സന്ദർഭത്തിൽ താൻ ഒരു പറയിപ്പെറ്റ പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വന്നാൽ തന്നെ തൻ്റെ കുലത്തിൽ നിന്നും പുറത്താക്കുമോ എന്ന ഭയം വരരുചിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി അദ്ദേഹം മനസ്സിൽ ഒരു തന്ത്രം മെനഞ്ഞെടുത്തു. പിറ്റേന്ന് വരരുചി മഹാരാജാവിനെ മുഖം കാണിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജാവ് വരരുചി ചെന്നതിൻ്റെ കാര്യം തിരക്കി. അപ്പോൾ വരരുചി പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് കേട്ടയുടൻ തന്നെ അങ്ങ് എത്രയും പെട്ടെന്ന് പ്രതിവിധി കാണേണ്ടത് അനിവാര്യവുമാണ്. ഇത് കേട്ട രാജാവ് പെട്ടെന്ന് തന്നെ അസ്വസ്ഥനാകുന്നത് വരരുചി ശ്രദ്ധിച്ചു. രാജാവ് പറഞ്ഞു, എന്താണ് പ്രശ്നമെന്ന് വരരുചി വേഗം തന്നെ നമ്മോട് പറഞ്ഞാലും. കേട്ടയുടൻ വരരുചി പറഞ്ഞു, ഇന്ന് ഞാൻ കവടി നിരത്തി ഗണിച്ചു നോക്കുന്നതിനിടയിൽ രാജ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കാൻ തക്ക വണ്ണത്തിലുള്ള ഒരു മോശം ഗ്രഹനിലയാണ് കണ്ടത്. അതിനുള്ള കാരണം അങ്ങയുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പറയഗൃഹത്തിൽ അവിടുത്തെ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ജാതകവശാൽ ആ കുട്ടി 5 വയസ്സുവരെ ജീവനോടെ ഇരുന്നാൽ രാജ്യത്തിന് കടുത്ത ദുരിതവും ദോഷങ്ങളും നേരിടേണ്ടി വരുന്നതാണ്. ഇതാണ് അടിയൻ പ്രശ്നം വച്ച് നോക്കിയപ്പോൾ കണ്ടത്. ഇതു കേട്ട മഹാരാജാവ് ഭയചരിതനും ക്ഷോഭാകുലനുമായി. അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല. അതിനാൽ ആ കുട്ടിയെ ഉടനെ തന്നെ കൊന്നുകളയുവാൻ ഉത്തരവിടുന്നു. എന്നാൽ ശിശുഹത്യയിൽ ഭയപ്പെട്ടിരുന്ന വരരുചി രാജാവിനോട് അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി പറഞ്ഞുകൊടുക്കുന്നു. ശിശുഹത്യയുടെ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കിയ രാജാവ് മറ്റൊരു മാർഗം ആലോചിക്കുന്നു. അങ്ങനെ ഇരുവരും ഒരു പോംവഴിയിൽ എത്തിച്ചേരുന്നു. വരരുചി രാജാവിനോട് നിർദ്ദേശിച്ചു, വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചങ്ങാടമുണ്ടാക്കി അതിൽ കുഞ്ഞിനെ കിടത്തി പുഴയിൽ ഒഴുക്കിവിടാം. വെളിച്ചത്തിനായി 2 പന്തവും ഇരുവശത്ത് കൊളുത്തിവെക്കാം. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ചങ്ങാടത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് കുഞ്ഞ് വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചുകൊള്ളും. അപ്പോൾ ശിശുഹത്യ എന്ന പാപവും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെ മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം ഭടന്മാർ കുഞ്ഞിനെ കണ്ടെത്തുന്നു. തിരുവായ്ക്കെതിർവായില്ലായിരുന്ന കാലമായിരുന്നതിനാൽ പറയ ദമ്പതിമാർ തൻ്റെ കുഞ്ഞിനെ നിവർത്തിയില്ലാതെ വളരെ ദുഃഖത്തോടുകൂടി രാജാവിൻ്റെ ഭടന്മാർക്ക് കൈമാറി. അതിനുശേഷം ഏകദേശം 15 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വരരുചിയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ള പ്രശസ്തി പല ദേശങ്ങളോളം വ്യാപിച്ചിരുന്നു. ദേശാടനം വളരെ ഇഷ്ടമായിരുന്ന വരരുചി പല നാടുകളിലുമുള്ള പണ്ഡിതന്മാരുടെ അടുത്തെത്തുകയും കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പ്രശസ്തി ഉയരുകയും അദ്ദേഹം ചക്രവർത്തിയായി വാഴ്ത്തപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം വരരുചി ഒരു തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച വരരുചി വിശ്രമിക്കുന്നതിനായി ഒരു വീടിന് മുൻപിൽ എത്തിച്ചേർന്നു. അദ്ദേഹം അകത്താരാണുള്ളതെന്ന് ഉറക്കെ വിളിച്ച് അന്വേഷിച്ചു. വീടിനുള്ളിൽ നിന്നും ഒരു ബ്രാഹ്മണൻ ഇറങ്ങി വന്നു. ബ്രാഹ്മണൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഉമ്മറക്കോലായിലേക്ക് ആനയിച്ചിരുത്തി.